അടുത്ത ബെല്ലോടുകൂടി ഈ നാടകം ആരംഭിക്കുന്നു. YMCA ഷാർജ അവതരിപ്പിക്കുന്ന ലഘുനാടകം അഭിമാനപൂർവം നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. നാട്ടിൽ തിരിച്ചെത്തുന്ന പ്രവാസി സമൂഹം അനുഭവിക്കുന്ന തീക്ഷണമായ ചൂഷണങ്ങളിലേക്ക് ഒരു ചൂണ്ടുപലക. ഞങ്ങളുടെ നാടകത്തിൻ്റെ പേര് മത്തായിയുടെ വെളിപാടുകൾ. കഥ, സംഭാഷണം, സംവിധാനം ജോർജ് മാത്യു ചെറിയൻ. അണിയറ പ്രവർത്തകർ ലിനോയ് മാനുവൽ, ഷാജി ഐക്കര, ഷാലു തോമസ്. അരങ്ങിലെ കഥാപാത്രങ്ങളും അഭിനേതാക്കളും അലക്സ് വർഗീസ്, മത്തായിച്ചൻ, സന്തോഷ് ജോർജ് സ്വതന്ത്ര സഭാപ്രവർത്തകൻ, അലക്സ് കെ കാട്ടിൽ അബ്കാരി, ആനി സിബി നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് റെപ്രസെൻറ്റേറ്റീവ്, ജോർജ് മാത്യു രാഷ്ട്രീയക്കാരൻ, ഷിനിറ്റ ഷിബി ബാലിക, ബ്ലസൻ ജേക്കബ് സിനിമാ സംവിധായകൻ. 35 വർഷക്കാലത്തെ പ്രവാസ ജീവിതത്തിനു ശേഷം തൻ്റെ സമ്പാദ്യവുമായി സ്വന്തം നാട്ടിലെത്തിയ മത്തായിച്ചനാണ് ഈ നാടകത്തിലെ കേന്ദ്ര കഥാപാത്രം. ഇനിയുള്ള കാലം സ്വന്തം നാട്ടിൽ എന്തെങ്കിലും വ്യവസായം തുടങ്ങാനുള്ള പദ്ധതിയും മത്തായിച്ചനുണ്ട്. അങ്ങനെ ഒരു ദിവസം മത്തായിച്ചനെ കാണാൻ വരുന്ന സമൂഹത്തിലെ പലതരത്തിലുള്ള വ്യക്തികളും അവരുടെ ഉദ്ദേശവും എന്തൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം. മത്തായിച്ചൻ്റെ വീട്ടിലേക്ക് നിങ്ങളേവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നു. അച്ചായോ? അല്ല, ഇതാരാ? ടോണിയോ? എന്തൊക്കെയുണ്ടടാ വിശേഷം? ഓ, ഒന്നുമില്ല. അച്ചായൻ വന്നു എന്നറിഞ്ഞു വന്നതാ. എന്തായാലും അത് നന്നായി. ഇതെന്തു വേഷമാടാ? നീ അങ്ങ് മോഡേൺ ആയല്ലോ. ഇത് ന്യൂ ജനറേഷൻ കാലമല്ലേ അച്ചായ? ഓ, ന്യൂ ജനറേഷൻ. എന്താ നിനക്കിപ്പോ ജോലി? അച്ചായനൊന്നും അറിഞ്ഞില്ലേ? ഞാനിപ്പോ സിനിമയിലാ, സംവിധാനം. ആഹാ, നീയോ സിനിമയിലോ? എടാ, അതിന് നിനക്ക് ഇതൊക്കെ അറിയാമോ? കൊള്ളാം. എൻ്റെ പുതിയ ന്യൂ ജനറേഷൻ പടം പശു ഒരു വികാര ജീവി സൂപ്പർ ഹിറ്റ് അല്ലേ? തമ്പുരാനെ, ഇന്നത്തെ കാലത്ത് ഓരോ സിനിമയുടെയൊക്കെ പേര്. എടാ, തുലാഭാരം, ത്രിവേണി, നദി എന്നൊക്കെ കേൾക്കാൻ സുഖമുണ്ട ഒരുപാട് സിനിമകൾ ഉണ്ടായിരുന്നു. അച്ചായോ, ഇത് ന്യൂ ജനറേഷൻ അല്ലേ? എന്തായാലും ഇങ്ങനെയുള്ള പുതിയ പടങ്ങളൊന്നും ഞാൻ കാണാറില്ല. അച്ചായനൊരു മലങ്കോളുമായിട്ടാ ഞാൻ വന്നേക്കുന്നത്. ഞാനൊരു പുതിയ സിനിമയുടെ പണിപ്പുരയില്ല. ഭാഗ്യത്തിനാ അച്ചായനിപ്പോ നാട്ടിൽ വന്നത്. മത്തായിച്ചൻ തന്നെ അത് നിർമ്മിക്കണം. എന്തിനാ വല്ല മാർവാടിയും കാശ് കൊണ്ടുപോകുന്നേ? നീ എന്തുവാടാ പറയുന്നേ? എനിക്ക് ഈ സിനിമയുടെ ഒന്നും ABCD അറിയത്തില്ല. വയസ്സാം കാലത്ത് നീ എന്നെ കുത്തുപാള എടുപ്പിക്കും അല്ലേ? സാറ്റലൈറ്റ് റൈറ്റ് മാത്രം മതി അച്ചായ ഇട്ട കാശ് തിരിച്ചു പിടിക്കാൻ. ബാക്കിയെല്ലാം ലാഭമാ. നീ പറയുന്നൊക്കെ ശരിയാ, പക്ഷേ ഇതൊക്കെ നടക്കുമോടാ? അച്ചായൻ എന്നെ ഒരുമാതിരി അവിശ്വസിക്കരുത് കേട്ടോ. നീ സങ്കടപ്പെടാതെ, നമുക്ക് നോക്കാം. ഏതായാലും നീ നാളെ വാ. ശരി അച്ചായ. ഒരു പടമൊക്കെ നിർമ്മിച്ച നാട്ടുകാരുടെ മുന്നിൽ ഒന്ന് ഞെളിഞ്ഞു നിൽക്ക, അരക്കൈ നോക്കാം. അച്ചായോ, പ്രൈസ് ദി ലോർഡ്. അല്ല, ഇതാരാ? ഫിലിപ്പോസ് അല്ലേ? അയ്യോ, ദൈവത്തിന് സ്തുതി. എന്നാ ഓർമ്മയാ? എങ്ങനെ മറക്കാനാടാ? ഇവിടുത്തെ റബ്ബർ മോഷ്ടിച്ചതിന് നീ എന്റെ തല്ല് വാങ്ങിച്ചതല്ലേ? അച്ചായൻ അതൊക്കെ മനസ്സിൽ വെച്ചേക്കുവാണോ? എൻ്റെ വഴി ദൈവം അങ്ങ് മാറ്റി അച്ചായ. ഞാനിപ്പം ദൈവവേലയിലാണ്. അത് നന്നായി.
ബൈബിൾ എടുത്തതുകൊണ്ട് നീയും പച്ച പിടിച്ചു അല്ലേ? അച്ചായനും രക്ഷപ്പെടണം, അല്ല രക്ഷിക്കപ്പെടണം. അതിന് എനിക്ക് ആപത്തൊന്നും വന്നില്ലല്ലോ. സാത്താൻ്റെ കാലമാച്ച. അച്ചാൻ ഞങ്ങളുടെ സഭയിൽ ചേരണം. വെറുതെ വേണ്ട, നല്ല വരുമാനമുള്ള ഏർപ്പാടുമായിട്ട് ഞാൻ വന്നേക്കുന്നത്. അതെന്തുവാ? ഞങ്ങളുടെ സഭ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങാൻ പോവുക. അതിന് ഇൻവെസ്റ്റ് ചെയ്താൽ അച്ഛൻ്റെ സമയം അങ്ങ് തെളിയും. എടാ ഉവേ, ഇപ്പോ ഞാനൊരു പടം പിടിക്കാനുള്ള പുറപ്പാടില്ല. അയ്യോ അച്ഛാ, ചതി പറ്റല്ലേ, അതൊക്കെ പറ്റീര. എൻ്റെ ഏർപ്പാടാണേൽ അച്ഛൻ ഒന്നും അറിയണ്ട. ഇഷ്ടം പോലെ പണം പിരിച്ച് നമുക്ക് അഡ്മിഷൻ അങ്ങ് കൊടുക്കാം. എന്തായാലും ശരി, ഞാനൊന്ന് ആലോചിക്കട്ടെ. നീ നാളെ വാ. ശരി അച്ചായ, പ്രൈസ് ദി ലോർഡ്. ഇതും കൊള്ളാമല്ലോ. ഇക്കാലത്ത് എഞ്ചിനീയറിംഗ് കോളേജ് ആണെങ്കിൽ ശരിക്കും കാശുണ്ടാക്കാം. അല്ല, ചാക്കോശനല്ലേ? അതെ, നീ വന്നു എന്ന് അറിഞ്ഞു, ഒന്ന് കണ്ടേച്ചു പോകാമെന്ന് കരുതി. എങ്ങനുണ്ടടാ കള്ളു കച്ചവടമൊക്കെ? അറിഞ്ഞില്ലേ, ഇപ്പം 5 സ്റ്റാർ അല്ലേ ഉള്ളൂ. ഞാനും കേട്ടു. നീ എൻ്റെ കൂടെ പഠിച്ചവനല്ലേ, അപ്പോൾ ഒരു പുതിയ പരിപാടി തുടങ്ങുമ്പം നിന്നോട് പറയാതെ തുടങ്ങുന്നത് ശരിയല്ലല്ലോ. അതെന്നതാടാ പുതിയ പരിപാടി? 5 സ്റ്റാർ ബാർ ലൈസൻസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് അങ്ങ് വാങ്ങിച്ചാലോ? ഫസ്റ്റ് ഞാൻ കള്ളു കച്ചവടം തുടങ്ങാനോ? എടാ, ഇത് 2 അച്ഛന്മാരുള്ളൊരു വീടാ, അത് നിനക്കറിയാമോ? അതിലൊന്നും കാര്യമില്ലടാ, നീ കുടിക്കാനൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. വല്ലം തടയുന്ന ഏർപ്പാടാണോ? നീ ചുമ്മാ നിന്ന് തന്നാ മതി, വലിയ നേതാക്കന്മാരും മന്ത്രിമാരും ഒക്കെ നിന്റെ മുന്നിൽ വരും. ശരി, ഞാനൊന്ന് ആലോചിക്കട്ടെ. നീ നാളെ ഒന്ന് ഇറങ്ങും. ഞാൻ ഏതായാലും ഒരു എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എടാ, പണ്ടത്തെ പിള്ളേരല്ല, നീ അബദ്ധത്തിലൊന്നും ചെന്ന് ചാടണ്ട. ഒരു സമരമൊക്കെ വന്നാൽ പിള്ളേർ നിന്നെ എടുത്ത് ഉടുക്കും. ശരിയാ, എന്നാലും ഞാനൊന്ന് ചിന്തിക്കട്ടെ. ശരി. അബ്കാരി ബിസിനസ് അത്ര മോശമൊന്നും അല്ല. സമൂഹത്തിലൊരു നിലയും വിലയൊക്കെ ഉള്ളതാ. ഒരു മാലയും ഒരു കാറും, അതായാലും കുഴപ്പമില്ല. നമ്മളെയൊക്കെ മറന്നോ? എടി കൊച്ചേ, നീ ആ തെക്കയിലെ മേരിയുടെ മോള് സാറാമ്മ അല്ലയോ? അയ്യോ, അച്ഛൻ്റെ ഒരു ഓർമ്മ ഭയങ്കരം. നിന്നെ അങ്ങനെ എനിക്ക് മറക്കാൻ ഒക്കുമോ? നിന്റെ കെട്ടിയോൻ ഇപ്പോഴും പട്ടാളത്തിൽ തന്നെ അല്ലേ? യുദ്ധമൊന്നും ഇല്ലാത്തത് കൊണ്ട് അച്ഛൻ ഇങ്ങ് പോകുന്നു. ഇപ്പോൾ ഇവിടെ ഒരു ATM-ൽ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുക. നിനക്കെന്താ ഇപ്പം ജോലി? അച്ഛനൊരു നല്ല വർത്തമാനവും കൊണ്ടാ ഞാൻ വന്നേക്കുന്നേ. അതെന്താടി? വീട്ടിലിരുന്നുകൊണ്ട് കുറച്ച് ദമ്പടി ഉണ്ടാക്കാം. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. അച്ഛൻ ഒരു 2 പേരെ ചേർത്താൽ മതി. പിന്നെ അച്ഛൻ്റെ അക്കൗണ്ടിലേക്ക് കാശ് ഒഴുകിക്കൊണ്ടിരിക്കും. എടി, ഞാനൊരു ബാറ് തുടങ്ങാനുള്ള ഒരുക്കത്തിലാണ്. നമ്മൾ സത്യക്രിസ്ത്യാനികൾക്ക് പറഞ്ഞിട്ടുള്ള ഏർപ്പാടാണോ അത്? അച്ഛൻ എൻ്റെ കൂടെ നിൽക്ക്, എനിക്കൊരുപാട് ബിസിനസ് ഐഡിയാസ് ഉണ്ട്. എടി സാറാമേ, ഈ നെറ്റ്വർക്ക് ബിസിനസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഗുലുമാലാന്നാണ് കേട്ടിട്ടുള്ളത്. എന്തായാലും നീ പറഞ്ഞതല്ലേ, ഞാനൊന്ന് ആലോചിക്കട്ടെ. ഞാൻ നാളെ വരാം. ഇതും കൊള്ളാം. മെനക്കെടാതെ വീട്ടിലിരുന്ന് കാശുണ്ടാക്കാമെങ്കിൽ ഇതല്ലേ നല്ലത്. ചീത്തപ്പേരും കേൾക്കണ്ട. മത്തായിച്ചായോ, എന്തുണ്ട്? എന്നെ അറിയാവോ? പിന്നെ നീ ഏതാ? ഞാൻ സോജപ്പൻ, കുടിവെട്ടുകാരൻ പൈൽച്ചേട്ടൻ്റെ മോൻ. എടാ, നീ ഇപ്പം രാഷ്ട്രീയത്തിലാണോ?
അതെ അച്ചായ, ഞാൻ ഈ വാർഡിലെ ബി ഡിവിഷന്റെ സെക്രട്ടറിയാണ്. അങ്ങ് ഡൽഹിയിൽ നിന്ന് നിയമിച്ചതാ. പിന്നെന്താ നീ ഇങ്ങോട്ടൊക്കെ വന്നേക്കുന്നത്? അത് പിന്നെ അച്ചായ, ഈ അച്ചായനെ ഞങ്ങളുടെ പാർട്ടിയിൽ ചേർക്കാൻ വന്നതാ. ഇന്ന് രാഷ്ട്രീയത്തോളം പേര് മറ്റൊന്നിനും കിട്ടത്തില്ല. അച്ചായനാണ് കാശിനും ഒരു കുറവുമില്ല. പാർട്ടി ഫണ്ടിലേക്ക് കുറച്ച് കാശ് കൊടുത്താൽ MLA-യോ മന്ത്രിയോ ഒക്കെ ആക്കാം. എടാ മോനെ സോജപ്പ, ഈ രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നത് ഇച്ചിരി പുലുവാല് പിടിച്ച പണിയാ. ഞാൻ ഈ വീട്ടിലിരുന്ന് ഇച്ചിരി പൈസ ഉണ്ടാക്കാവുന്ന പണിയൊന്ന് ആലോചിക്കുമോ? ഈ നെറ്റ്വർക്കിംഗ് മാർക്കറ്റിംഗ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതൊന്ന് തുടങ്ങാൻ പോവാ. ശുദ്ധ തട്ടിപ്പാച്ചായ, അതിലൊന്നും ചെന്ന് ചാടല്ലേ. അച്ചായൻ പാർട്ടിയിലോട്ട് വാ, നമുക്ക് അടിച്ച് പൊളിക്കാം. എന്തായാലും ശരി, ഞാനൊന്ന് ആലോചിക്കട്ടെ, നാളെ പറയാം. ഓക്കെ. ഇക്കാലത്ത് രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ അത്ര മോശമൊന്നുമല്ല. MLA-യും മന്ത്രിയൊക്കെ ആയ കൊടിവെച്ച കാറ്, അനുയായികൾ, അങ്ങനെ ആകപ്പാടെ ഒരു ചുറ്റുപാട്. വേണ്ടാന്ന് പറയണ്ട, ഒന്ന് ആലോചിക്കാം. സാറേ, വല്ലതും തരണേ, എനിക്ക് വിശക്കുന്നു സാറേ. രാവിലെ ഓരോ ഏടാകൂടങ്ങൾ വന്ന് കേറിക്കോളും. എന്താടി കൊച്ചേ നിന്റെ പേര്? എന്നെ ആരും പേര് വിളിക്കാറില്ല, എനിക്ക് ഒരു പേരും ഇല്ല. ഓ ശരി ശരി, നില്ല. എടി പെണ്ണേ, നിന്റെ വീട് എവിടാ? എനിക്ക് വീടുമില്ല. സാക്ഷരത കൊണ്ടും സമ്പത്ത് കൊണ്ടും സമ്പന്നമായ നമ്മുടെ കേരളത്തിൽ കുഞ്ഞുങ്ങൾ ഇന്നും ബാലവേല ചെയ്യുകയും ചൂഷണം നേരിടുകയും പട്ടിണി കിടക്കുകയും ചെയ്യുന്നു. ആഹാ, എല്ലാവരും ഉണ്ടല്ലോ. വരൂ, ഇരിക്കൂ. അച്ചായ, പടം എന്നത്തേക്ക് തുടങ്ങാം? സ്ക്രിപ്റ്റ് വായിക്കട്ടോ? ടോണി, സിനിമ നല്ലതാണ്. ന്യൂ ജനറേഷൻ സിനിമകളോട് എനിക്ക് വെറുപ്പുമില്ല. പക്ഷേ സിനിമകളിൽ നിന്നൊക്കെ കുടുംബങ്ങൾക്ക് മാതൃകയാക്കാവുന്ന ഒട്ടേറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത് അവിഹിതങ്ങളുടെ കുമ്പസാരങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് നിനക്ക് വിഷമമൊന്നും തോന്നരുത്, എനിക്കതിൽ താല്പര്യമില്ല. അച്ചായ അതാ ശരി. എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഉദ്ഘാടനത്തിന് ഏത് മന്ത്രിയാ അച്ചായ വിളിക്കേണ്ടത്? അച്ഛൻ അങ്ങ് പറഞ്ഞാ മതി. എടാ മോനെ ഫിലിപ്പോസേ, പാവപ്പെട്ട പിള്ളേരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയായിരുന്നെങ്കിൽ നിന്റെ കൂടെ ഞാൻ നിന്നേനെ. നീ ഇതൊക്കെ കാണിക്കുന്നത് നിനക്ക് തന്നെ തിന്നു തീർക്കാൻ വേണ്ടിയുള്ള ഒരു ഏർപ്പാടുകളല്ലേ? അതുകൊണ്ട് എനിക്കത് യാതൊരു താല്പര്യവുമില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, തനിക്ക് ഈ കോളേജ് സ്കൂളും ഒന്നും പറ്റുകയില്ല. നമുക്ക് ആ ബാറിന്റെ കാര്യവുമായി മുന്നോട്ട് പോകാം. ചാക്കോച്ച, കുടിക്കുന്നത് തെറ്റാണ് എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ അറിഞ്ഞുകൊണ്ട് ഒരുത്തൻ്റെ കുടുംബത്തിൽ പോകേണ്ട അരിയിൽ ഞാൻ തന്നെ മണ്ണിടണോ? ബോധമുള്ള ഒരു ലോകത്തെയാ നമുക്ക് വേണ്ടത്. അതുകൊണ്ട് എന്നെ നീ അങ്ങ് വിട്ടേരെ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അച്ചായ, വീട്ടിലിരുന്ന് പണം ഉണ്ടാക്കാൻ എളുപ്പം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണെന്ന്. അപ്പോൾ ഫോം ഫില്ല് ചെയ്യട്ടെ അച്ചായ? സഹോദരി, പെരുപ്പിച്ചു കാണിക്കുന്ന ഈ അക്കങ്ങളുടെ തുമ്പത്ത് തൂങ്ങി മരിച്ച ഏറെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് കൊടുത്ത് കയറു വാങ്ങി ഞാൻ തന്നെ കുരുക്കിട്ടി ചാകണോ? നീ ചെല്ലടി സാറാമ്മേ. അച്ചായ, സമൂഹത്തെ മാറ്റാൻ ഏറ്റവും നല്ലത് രാഷ്ട്രീയം. മതായിച്ച് ഞങ്ങളുടെ പാർട്ടിയിലോട്ട് ഇങ്ങ് വന്നേച്ചാ മതി. മോനെ സോജപ്പ, സ്വന്തം വീട്ടിലെ TV ചാനൽ മാറ്റാൻ അറിഞ്ഞുകൂടാത്ത നീയാണോ ഈ സമൂഹത്തെ മാറ്റാൻ പോകുന്നത്? നീ ചെല്ല്. മേരി, മോളെ മേരി. എന്തോ? അതാരാ അച്ചായ? സ്വന്തം പേര് പോലും അറിയാത്ത, ഒരു ജീവിത മാർഗവുമില്ലാതെ ഇന്നും അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഇത്തരം കുറെ ജന്മങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇവരെ പോലുള്ളവർക്ക് വേണ്ടിയാണ് എൻ്റെ ഇനിയുള്ള കാലം
അതിലൊരാളാണ് ഈ കാണുന്ന മേരി. ഒരുപക്ഷെ നാളെ ഞാൻ ചാവാൻ കിടക്കുമ്പോൾ ഒരിറ്റു വെള്ളം തരാൻ ഇവളെ എനിക്ക് കാണുകയുള്ളൂ. അച്ചായൻ അതിന് മക്കളൊക്കെ ഉണ്ടല്ലോ, വെള്ളം തരാൻ അവർക്കല്ലേ ആ ചായ അവകാശം. മക്കൾ സ്കൈപ്പിലൂടെയും മെസ്സഞ്ചറിലൂടെയും ഒന്നും വെള്ളം തരാൻ പറ്റില്ലല്ലോ. മത്തായി 25:35. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. ഞങ്ങളുടെ നാടകം ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ സഹൃദയർക്കും YMCA ഷാർജയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു.